കാരണം ഇനി ഇതിൻ്റെ ഒരു ആകെത്തുക ഞാൻ നോക്കിയിട്ട് ആ, തിരിഞ്ഞു കൊത്തിയോ താരിഫ് എന്നാണ് എഡിറ്റേഴ്സ് ചോയ്സ് ചോദിച്ചത്. സൂചനകൾ പല ഭാഗത്തു നിന്ന് വരുന്നു. ഒന്ന്, റോയിട്ടേഴ്സിൻ്റെ കോളമിസ്റ്റിനോട് ക്ലൈഡ് റസൽ വളരെ കൃത്യമായി പറയുന്നു, ഇത് എന്തുദ്ദേശിച്ചാണോ US ഇത് ചെയ്തത് നേരെ തിരിഞ്ഞ് കൊത്തുന്നു എന്നുള്ളതാണ്. മറ്റൊരാൾ മാർക്ക് ലിൻസ്കോട്ട് ഈ കഴിഞ്ഞ മുൻ ട്രംപ് സർക്കാർ, ട്രംപ് 1.0-ൽ USTR നെഗോഷിയേറ്റർ ആയിരുന്നു. ക്ലിയർലി a low moment എന്ന് പറയുന്നു. ഒടുവിലിതാ ഒരു US എക്കണോമിസ്റ്റിൻ്റെ തന്നെ ഒരു സംഗതി ഒരു സുഹൃത്ത് അയച്ചതെന്നാണ്. ഈ ചരിത്രത്തിലേക്കാണ് ട്രംപ് നടന്നു നീങ്ങുന്നത്. റിച്ചർഡ് വുൾഫ് എന്നുള്ള എക്കണോമിസ്റ്റാണ് എഴുതിയിരിക്കുന്നത്. ഈ ഒരു നീക്കം വേൾഡ് ഓർഡർ മാറുന്നു എന്ന് പറഞ്ഞാൽ US-ന് ആ ഏതെങ്കിലും രീതിയിലുള്ള പ്രസക്തിയും പ്രാമുഖ്യവും നഷ്ടപ്പെടുന്നതിൻ്റെ തുടക്കക്കാരൻ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന നേരത്തെ മാഡം ഉറപ്പിച്ച പോലെ ആ മുദ്രാവാക്യമായി തുടങ്ങിയിട്ട് ഫ്രം മേക്ക് അമേരിക്ക ഗ്രേറ്റ് ടു മേക്ക് അമേരിക്ക ലൂസ് അഗെയിൻ എന്നുള്ളതിൽ ചെന്ന് പതിക്കുമോ? ഒന്ന്, ചരിത്രം എങ്ങനെയാണ് രേഖപ്പെടുത്താൻ പോകുന്നത്? 3, ആശാൻ്റെ കാലുഷ്യവും സങ്കടവും വിഷമവും അമർഷവും ഒക്കെ ഒന്നാണെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹത്തെ ഒരു പീസ് മേക്കർ ആകാൻ മോദിയോ ഭാരതമോ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു ഭാരതവും പാകിസ്ഥാനും വെടി നിർത്തി എന്ന് പറഞ്ഞപ്പോൾ ഇയാളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഭാരതം ഇപ്പം കണ്ടിന്നി പറഞ്ഞ പോലെ തന്നെ മാന്യമായ ഭാഷയിൽ പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വരുന്ന വാർത്ത എന്താണ്? വോളോഡിമിർ സെലൻസ്കി പ്രധാനമന്ത്രി മോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അവിടെ മോദി ഉറപ്പ് നൽകിയിരിക്കുന്നു സമാധാനം പുനഃസ്ഥാപിക്കാൻ, യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്ന സഹായമെല്ലാം ചെയ്യാം എന്ന്. ഈ പീസ് മേക്കറായി നൊബേൽ പ്രൈസ് മോഹിച്ച് ഇറങ്ങി തിരിച്ചയാൾ ഒരിടത്ത് ഒരുങ്ങി നിൽക്കുന്നു. ഒരുപക്ഷെ പതിറ്റാണ്ടുകൾ ഭാരത US ബന്ധത്തിനെ സംബന്ധിച്ചിടത്തോളമെങ്കിലും പതിറ്റാണ്ടുകൾ ആ രാജ്യത്തെ പിന്നോട്ടടിച്ച ശേഷം സുഹൃത്ത് രാഷ്ട്രമായി നിന്ന, സഖ്യരാഷ്ട്രമായി നിന്ന ഒരു രാഷ്ട്രത്തെ ശത്രുപാളയത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് സ്ട്രാറ്റജിക്കായെങ്കിലും തള്ളിവിട്ടു എന്നുള്ള ഖ്യാതിയുമായി ട്രസ്റ്റ് ഡെഫിസിറ്റ് വാരിക്കൂട്ടി അവിടെ ഇരിക്കുമ്പോൾ യഥാർത്ഥ പീസ് മേക്കറായി എല്ലാവർക്കും സ്വീകാര്യനായി പലരും പരിഹസിച്ച നരേന്ദ്രമോദി നടന്നെടുക്കുകയാണ് പുടിനും സെലൻസ്കിക്കും ഇടയിലേക്ക് ഒരിക്കൽ കൂടി. കേണൽ ഡിന്നി. ശ്രീ പ്രദീപ് വളരെ ശരിയാണ് അങ്ങ് പറഞ്ഞു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇൻപുട്ടും കൂടെ വന്നിട്ടുണ്ട്. അതായത് അവിടുത്തെ ഒരു കോർട്ട്, US-ന്റെ ഒരു കോർട്ട് തന്നെ ഒരു റൂളിംഗ് കൊടുത്തു. അതായത് ഈ ടാരിഫ് അത് ഇല്ലീഗൽ ആണെന്ന്. അതിനെ എനിക്ക് തോന്നുന്നു ട്രൂത്ത് സോഷ്യലില് ട്രംപ് വളരെ രൂക്ഷമായിട്ട് അതെ, പാർട്ടിസാൻ വേർഡിക്റ്റ് ആണ്. അദ്ദേഹം അതാണ് നമ്മളെല്ലാം പറഞ്ഞ കാര്യം തന്നെയാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. അതായത് ടാരിഫ് ഇസ് എ വെപ്പൺ ടു സേവ് അമേരിക്ക എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കുക, അദ്ദേഹം തന്നെ അത് തുറന്നു പറയുകയാണ്. ഡൊണാൾഡ് ട്രംപ് ടാരിഫ് ഇസ് എ വെപ്പൺ ടു സേവ് അമേരിക്ക ആൻഡ് അതിന്റെ എക്കോണമിയെ സേവ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ആ മൈൻഡ് സെറ്റ് ആണ് അത് കാണിക്കുന്നത്. അപ്പൊ നേരത്തെ പലരും പറഞ്ഞ പോലെ അമേരിക്കയിൽ തന്നെ ഇത് ധാരാളം ഒരു ചർച്ച ചെയ്യുന്നുണ്ട്. ജോസഫ് ആന്റണി സാർ പറഞ്ഞ പോലെ ഇതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ആംഗിൾ അതിനകത്തുണ്ട്. പക്ഷെ അതിൽ തന്നെ ഈ കോമൺ സെൻസ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടായതുകൊണ്ട് ധാരാളം ആളുകൾ അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, അതിനെ അഗേൻസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് പലരും ആക്ച്വലി ഇനി ഒരു 3.5 വർഷം, ഒരു 3 വർഷം എങ്ങനെ ഇതിനെ സഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലേക്ക് വെയിറ്റ് ചെയ്യുക. അതാണ് എനിക്കൊന്ന് യൂറോപ്യൻ യൂണിയന്റെ ഒരു ലൈൻ. അതുകൊണ്ടാണ് അവർ ഇപ്പൊ തൽക്കാലത്തേക്ക് ഡൊണാൾഡ് ട്രംപ് എന്താ പറഞ്ഞ് എവിടെ സൈൻ ചെയ്യണം അങ്ങനെയൊക്കെ രീതിയിലേക്ക് അവർ പോകുന്നുണ്ട്. കാരണം നാറ്റോ അവർക്ക് ആവശ്യമാണ്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഞാനൊന്നും പ്രൊട്ടക്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. സഡൻലി സെലൻസ്കി റിയലൈസ് ചെയ്തു അദ്ദേഹത്തിന് ഒരു മിസൈലും ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ്ലി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു നേതാവ് ഇപ്പൊ അദ്ദേഹം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കൂ, ഒരു സമയത്ത് അമേരിക്കയുടെ ഏറ്റവും വലിയ പോളിസി ആയിരുന്നു ചൈനയെ ഐസൊലേറ്റ് ചെയ്യാന്ന്, റഷ്യയെ ഐസൊലേറ്റ് ചെയ്യാന്ന്. ഏറ്റവും വലിയൊരു പോളിസി ആയിരുന്നു. ഇൻഫാക്ട് എനിക്ക് ഓർമ്മയുണ്ട്, കോവിഡ് സമയത്ത് അദ്ദേഹം ഇതിന് ചൈനീസ് വൈറസ് എന്നാണ് ആദ്യം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അദ്ദേഹം ചൈനയെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന എന്നായിരുന്നു അദ്ദേഹം അഡ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് അവിടുത്തെ ആ പാർട്ടിക്ക് അഗേൻസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ടാർഗറ്റ്. പക്ഷെ അതൊക്കെ മാറി. ഇപ്പം ചൈനയെ ഐസൊലേറ്റ് ചെയ്യാൻ നടന്ന ആള്, റഷ്യയെ ഐസൊലേറ്റ് ചെയ്യാൻ നടന്ന ആള് ഇന്ന് നോക്കൂ, ലോകത്ത് അമേരിക്കയാണ് ആക്ച്വലി പറഞ്ഞ ഐസൊലേറ്റഡ്. നേരത്തെ പറഞ്ഞ പോലെ പല രാജ്യങ്ങളിൽ നിന്നും അദ്ദേഹം അമേരിക്ക ഐസൊലേറ്റ് ചെയ്യാൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് സക്സീഡ് ചെയ്തെന്ന്. ഇപ്പൊ നോക്കൂ, ജപ്പാൻ ഒരു കാരണവശാലും ഒരിക്കലും അമേരിക്കയുമായിട്ട് ഇത്ര ഒരു ഡിഫറൻസ് വരാൻ പാടില്ലായിരുന്നു, പക്ഷെ അത് വന്നു. ഓസ്ട്രേലിയയിലെ പ്രൈം മിനിസ്റ്റർ പല ദിവസങ്ങളിലായിട്ട് അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ട് ഇതൊരു അപ്പോയിന്റ്മെന്റ് പോലും കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. ഇന്ത്യ, സൗത്ത് കൊറിയ, ഇനി ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ, അങ്ങനെ പല രാജ്യങ്ങളും ഒരു കാലഘട്ടത്തിൽ US-ന്റെ ഏറ്റവും അടുപ്പമായിട്ടുള്ള രാജ്യങ്ങള്
പോലും ഇപ്പോൾ മാറി നിൽക്കുകയാണ്. അപ്പം അതെന്താണ് സൂചിപ്പിക്കുന്നത്? നൗ US ഇസ് ഐസൊലേറ്റഡ് എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. അവിടാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ഒരു സ്ട്രെങ്തും ഇന്ത്യയുടെ ആ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ ഞാൻ അതിനെ നമ്മൾ പേരെടുത്ത് പറയുന്നത്. അതായത് ഇപ്പം പണ്ട് നമ്മൾ ഒരു നോൺ അലൈൻമെന്റ് മൂവ്മെന്റിന്റെ ഭാഗമായിരുന്നു. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചോളം ഓൾ അലൈൻമെന്റ് മൂവ്മെന്റ് ആണ്, എല്ലാവരുമായിട്ട് നമുക്ക് അലൈൻമെന്റ് ചെയ്യാനുള്ള രീതിയിലേക്ക് നമ്മൾ ഉണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ജോസഫ് ആന്റണി സർ പറഞ്ഞ പോലെ ഇപ്പം ഒരു ക്രൈസിസ് വരുമ്പം അതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഭാരതത്തിനെ കണ്ടിട്ടുള്ളത്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു കാര്യമാണ് ഇപ്പം ഈ ഒരു ടാരിഫ് ഇഷ്യൂ. ഈ ടാരിഫ് ഇഷ്യൂവിൽ തന്നെ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ എങ്ങനെ അതിനെ നമുക്ക് തന്നെ എത്രമാത്രം നമ്മളെ പ്രോഡക്ട്സിനെ യൂസ് ചെയ്ത് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാന്ന് ഇന്നലെ തന്നെ കിറ്റക്സിന്റെ ഒക്കെ ചെയർമാനൊക്കെ വന്ന് അവർ പറഞ്ഞു. അതായത് നമുക്ക് ധാരാളം സാധ്യത ഉള്ളതും നമുക്ക് ധാരാളം പ്രോഫിറ്റ് ഒക്കെ കിട്ടാവുന്ന ഇന്ത്യൻ മാർക്കറ്റ് തന്നെ ഉണ്ട്, അതിനെ തന്നെ ചെയ്യുന്നത്. അപ്പൊ നോക്കൂ, അദ്ദേഹം ആക്ച്വലി താങ്ക് യു പറയായിരുന്നു. ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇത് ഇങ്ങനെ ചിന്തിക്കുക. അപ്പൊ അതേപോലെ ധാരാളം ആളുകൾ ചിന്തിക്കുന്നു. ഇതിന് തൊട്ട് മുമ്പുള്ള ക്രൈസിസ് ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ആ ഓപ്പറേഷൻ സിന്ദൂറിന്റെ നമ്മൾ ചെയ്ത കൂടെ തന്നെ ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ ഇൻഡസ് വാട്ടർ ട്രീറ്റിയാണ്. ആ ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ നമ്മൾ ഒരു സൈഡിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വരും കാലങ്ങളിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ അത് ഒരു നോർമൽ ഒരു രീതിയിലായിരുന്നെങ്കിൽ നമ്മൾ അത് എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള രീതി. പക്ഷെ ഒരു ക്രൈസിസ് വന്നു, ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇസ് ഗോൺ. അപ്പൊ കോവിഡിന്റെ സമയത്ത് നോക്കൂ, കോവിഡിന്റെ സമയത്ത് നമ്മൾ അഗൈൻ വലിയൊരു ക്രൈസിസ് ആയിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷന്റെ ഏറ്റവും വലിയ ഒരു എഫക്ട് ഈ കോവിഡ് കാരണമാണ് വന്നത്. കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വരത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഭാരതത്തെ സംബന്ധിച്ചോളം അതൊരു നോൺ പാർട്ടിസാൻ ആയിട്ടുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഏത് ഗവൺമെന്റ് വന്നാലും നമ്മുടെ ഭാരതത്തിന്റെ ഒരു സ്ട്രെങ്ത് ആണത്. അതായത് ഇവിടെ ISROയിൽ ക്രയോജനിക് എഞ്ചിൻ തരത്തില്ല എന്ന് പറഞ്ഞ അമേരിക്കയ്ക്ക് നമ്മൾ കാണിച്ചു കൊടുത്ത് എങ്ങനെയാണ് $300 ബില്യൺ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഹോളിവുഡ് മൂവിയുടെ ഒരു റേറ്റിൽ നമ്മൾ ഇവിടുന്ന് സാറ്റലൈറ്റ് ഒക്കെ വിടാനുള്ള ഒരു രീതിയിൽ നമ്മൾ കാണിച്ചു. അതെന്തുകൊണ്ടാണ് നമുക്ക് അവിടെ അത് നിഷേധിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ ടാരിഫിന്റെ ഇഷ്യൂല് ഡൊണാൾഡ് ട്രംപ് ഇനി എത്ര പെട്ടെന്ന് അത് മാറുന്നു എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ബിക്കോസ് ടോട്ടലി അൺപ്രഡിക്റ്റബിൾ ആണ്. ചിലപ്പോൾ ഇനി അടുത്ത ശ്രീ പ്രദീപിന്റെ ഡിബേറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞ വി ആർ ഫ്രണ്ട്സ് നൗ ആൻഡ് ഞാനെല്ലാം ക്ഷമിച്ചിരിക്കുന്നു ആൻഡ് മോദി ഈസ് എ ഫൈൻ മാൻ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അതെല്ലാം പോകും. പക്ഷെ എന്നിരുന്നാലും ഇന്ത്യ ഹാസ് ലേൺഡ് ഇറ്റ്സ് ലെസൺസ്. അതായത് ഇന്ത്യ അതിന്റെ പാഠങ്ങൾ പഠിച്ചു. ഇന്ത്യ ഇപ്പൊ ഡൈവേഴ്സിഫൈഡ് ചെയ്യുകയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. നമ്മൾ എല്ലാവരും ആയിട്ടുള്ള ഒരു ട്രേഡ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ ചൈന ഇഷ്യൂസ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ആ ഇഷ്യൂവിലും അതും ഞാനൊരു പറഞ്ഞു, ആ ഇഷ്യൂവിൽ നമ്മൾ ആപ്പ് ബാൻ ചെയ്തതും മറ്റ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ചെറിയ ട്വീക്സ് കൊണ്ടുവന്നതും അത് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിരുന്നു. കാരണം ആ ആപ്സ് വെച്ച് നമ്മളെ ഇന്ത്യയിലുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കാനൊക്കെ ഉള്ള ശ്രമം നടത്തിക്കൊണ്ടാണ് ആ ക്രൈസിസ് വെച്ച് നമ്മൾ അതിനെ ചെയ്തത്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പം ഭാരതം ഒരു സ്ട്രെങ്തിന്റെ പൊസിഷനിലാണ്. ഭാരതത്തിന് പണ്ട് പലരെയും ആവശ്യമുണ്ടായിരുന്നു. ഇന്നും പലരെയും ഭാരതത്തിന് ആവശ്യമുണ്ട്. പക്ഷെ ഭാരതത്തിനെയും ഇന്ന് പലർക്കും ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ജപ്പാൻ ഇന്ത്യ ഇപ്പൊ ഒരു $10 ട്രില്യൺ അടുത്ത 10 വർഷത്തിന്റെ ഒരു ഇത് വരുന്നു. അപ്പൊ നോക്കൂ, ഇന്ന് ഇത്രയും വലിയ ക്രൈസിസ് നടന്നപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള റിപ്പൾസ് ഒന്നും നടന്നിട്ടില്ല. ഇപ്പൊ മാർക്കറ്റ് ആയാലും ശരി, അതൊരു വലിയ രീതിയിലുള്ള ഡൗൺ ഗ്രേഡിലോട്ട് അങ്ങനൊന്നും പോയിട്ടില്ല. വലിയ രീതിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് വലിയ പോകുന്നോ അങ്ങനൊന്നുള്ള രീതിയിലേക്കൊന്നും ഇതുവരെ ഒന്നും അങ്ങനത്തെ ഒരു കാര്യം വന്നിട്ടില്ല. ഇന്നത് ലേറ്റസ്റ്റ് ഫസ്റ്റ് ക്വാർട്ടറിന്റെ നമ്മളെ 7.8% ആണ് നമ്മളെ GDP ഗ്രോത്ത് കാണിക്കുന്നത്. അഫ്കോഴ്സ് അത് ചിലപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇതിന്റെയൊക്കെ ഇമ്പാക്ട് വരും, അതിനകത്ത് സംശയമില്ല. പക്ഷെ ആ ഇമ്പാക്ട് എടുക്കാൻ ശേഷിയുള്ള ഒരു എക്കോണമിയായി ഇന്ത്യ മാറിയിട്ടുണ്ട്. അതിന്റെ ഒരു മാറ്റത്തിന്റെ സൂചനയായിട്ടാണ് നമ്മൾ ഇപ്പം ഈ പല രാജ്യങ്ങളും നാളെ എനിക്ക് തോന്നുന്നു പ്രൈം മിനിസ്റ്റർ മോദി ഷി ജിൻപിങ്ങുമായിട്ട് നേരിട്ട് കാണുന്നുണ്ട്. അവിടെ ബോർഡറിന്റെ ഏതെങ്കിലും ഒരു എഗ്രിമെന്റ്, അതായത് ഈവൻ ഒരു സെറ്റിൽമെന്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം സെറ്റിൽമെന്റ് ഇതൊരു വലിയൊരു പ്രോസസ്സാണ്. പക്ഷെ ഒരു എഗ്രിമെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇന്ത്യ ചൈന ട്രസ്റ്റ് ഡെഫിഷ്യൻസി കുറയ്ക്കാനുള്ള ധാരാളം സാധ്യതകൾ തുറക്കും. അതിലൂടെ ഇന്ത്യ ചൈന റിലേഷൻസ് കുറച്ചും കൂടെ ബെറ്റർ ആവും. പക്ഷെ അവിടെയും ഇന്ത്യൻ ചൈനയുടെ ട്രേഡ് റിലേഷൻസ് വളരെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനുണ്ട്. നമുക്ക് ഏകദേശം $100 ബില്യൺ ട്രേഡ് ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പൊ ആ രീതിയിലുള്ള നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാത്ത രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. പക്ഷെ ഓവറോൾ ഇന്ന് ഞാൻ കാണുന്നത് ഈ ഒരു ക്രൈസിസ് ഇന്ത്യ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ എടുക്കുകയാണ്. ഡൊമസ്റ്റിക് മാർക്കറ്റിനെ ഇംപ്രൂവ് ചെയ്യുക, GST നോർമലൈസേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ആ രീതിയിലേക്കുള്ള ഒരു റിഫോം കൊണ്ടുവരിക. ധാരാളം എക്കണോമിസ്റ്റ് എപ്പോഴും പറയാറ് ഇന്ത്യക്ക് റിഫോംസിന് നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് റിഫോംസ് കൊണ്ടുവരാനുള്ള സമയമായി. എനിക്ക് തോന്നുന്നു ഇതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി കണ്ട് നമ്മൾ ആ റിഫോംസിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരും നെക്സ്റ്റ് 10 years, നേരത്തെ എനിക്ക് തോന്നുന്നു ഡോക്ടർ മോഹൻ വർഗീസ് സാർ പറഞ്ഞ പോലെ 2025 ഒരു ഡിഫൈനിങ് ഇയർ ആയിട്ട് കാണുമ്പോൾ ഞാൻ അതിനൊരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് കണ്ട് 2025 ഡെഫിനറ്റ്ലി ഇന്ത്യയുടെ എക്കണോമിക് പുഷ്
ആഫ്റ്റർ 1991 വീണ്ടും ഒരു പുഷ്. കാരണം ഒരു റിയാലിറ്റി നമ്മൾ സ്ട്രൈക്ക് ചെയ്തു, ആ റിയാലിറ്റി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും ഒരു റിഫോംസിലേക്ക് പൊയ്ക്കഴിഞ്ഞാൽ അത് വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ തന്നെ പോകും തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. റൈറ്റ്, കേണൽ ഡെന്നി, താങ്ക് യു വെരി മച്ച്.